തിരക്ക് പിടിച്ച ജീവിതമാണ്, ഓട്ടപ്പാച്ചിലാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാൻ കടകളെ ആശ്രയിക്കേണ്ടി വരാറുമുണ്ട് നമുക്കെല്ലാവർക്കും. പലപ്പോഴും പാഴ്സലായി എത്തുന്ന ഭക്ഷണം ആശ്വാസമാകാറുമുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഭക്ഷണത്തിലെ മായവും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന രീതികളും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കാറുമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് അധികൃതർ ശ്രദ്ധിക്കുന്നത്. ഭക്ഷണ പാഴ്സലുകളിൽ പാകപ്പെടുത്തിയ സമയവും എത്ര സമയം വരെ ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന അറിയിപ്പും പതിക്കണമെന്നതാണ് ഉത്തരവ്. ഇക്കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനകൾ എത്രത്തോളം കർശനമാണ്? കടകളെല്ലാം ഉത്തരവ് പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഞായറാഴ്ച കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ, ആലപ്പുഴയിൽ നിന്ന് എസ് ശരത്, കാസർഗോഡ് നിന്ന് അർച്ചന രവീന്ദ്രൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. ഭക്ഷണം വിവിധ ഏജൻസികൾ വഴി ഓർഡർ ചെയ്ത് കഴിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവർക്കും ആവശ്യം വരുന്നതാണ്. അപ്പോൾ നേരത്തെ ഒരു മരണമുണ്ടായ പശ്ചാത്തലത്തിലാണ് കൃത്യമായി എപ്പോഴാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത്, പാചകം ചെയ്ത സമയം, എത്ര സമയം വരെ ഇത് കഴിക്കാൻ സുരക്ഷിതമാണ്, ഇതെല്ലാം ഒരു സ്റ്റിക്കറായി അടയാളപ്പെടുത്തണമെന്ന് സർക്കാർ തന്നെ ഉത്തരവിട്ടത്. അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ തുടർച്ചയായി ഉണ്ടാകണമെന്നും പറഞ്ഞിരുന്നു. എന്താണ് കൊച്ചിയിലെ കാഴ്ച? പരിശോധനയുണ്ടോ, സ്റ്റിക്കറുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജയ. ഈ പറഞ്ഞതുപോലെ രുചികരമായ ഭക്ഷണം ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ നിലയിലുള്ളൊരു നിയമം നാട്ടിൽ വരുന്നത്. അതായത് ഏത് സമയത്താണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത്, ഏത് സമയം വരെ ഇത് ഉപയോഗിക്കാമെന്ന് കൃത്യമായി ഈ ഭക്ഷണത്തിന്റെ പാഴ്സലിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം, ഒരു സ്റ്റിക്കറായെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകണമെന്ന നിയമം വരുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്, വലിയ തിരക്കേറിയ നഗരമാണ്. അതുകൊണ്ട് തന്നെ കടകളിൽ നിന്നും പാഴ്സലായി ഭക്ഷണം വാങ്ങുന്നത് ഒരു സ്ഥിരം പതിവാണ്. നമ്മളിപ്പോൾ നഗരത്തിലെ ഏകദേശം കുറച്ച് കടകളിലൂടെ ഒന്ന് കയറി ഇറങ്ങി. അതിൽ രണ്ട് കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഈ നിയമം പ്രാവർത്തികമാക്കുന്ന കടകളുമുണ്ട്, ആക്കാത്ത കടകളുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിത് മേടിച്ചത്, ഇത് ഒരു മന്തിയാണ്. ഇത് നമ്മൾ മേടിച്ചത് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കടയിൽ നിന്നാണ്, എപ്പോഴും തിരക്കേറിയ ഒരു കടയിൽ നിന്നാണ്. അവിടെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് 15:07, അതായത് 3 മണിയും 7 മിനിറ്റും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഭക്ഷണം ഇവിടെ നിന്ന് മേടിച്ചത്. കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡഡ് സ്റ്റോറിൽ നിന്ന് മേടിച്ച ഭക്ഷണമാണ്. അതേസമയം തൊട്ടടുത്തിരിക്കുന്ന ഭക്ഷണം ഇതൊരു അൽഫാമാണ്, ഷവർമയാണ്. ഇത് നമ്മൾ മേടിച്ചത് കൊച്ചി വൈറ്റിലേക്ക് അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ്. അതിൽ ഒരു ബില്ല് പോലും നമുക്ക് തന്നില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ബില്ല് ചോദിച്ചപ്പോഴാണ് ഈ നിലയിലുള്ള ഒരു ബില്ല് നമുക്ക് തന്നത്. ഇതിലെവിടെയും ഇത് എപ്പോഴുണ്ടാക്കി, എത്ര സമയം കഴിക്കാം എന്ന് സംബന്ധിച്ച യാതൊരു വിവരങ്ങളുമില്ല. ഇതിൽ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാൻഡഡ് സ്റ്റോറുകളല്ല സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്നത്. അത് കുഞ്ഞു കുഞ്ഞു ഷവർമ, അൽഫാം ഔട്ട്ലെറ്റുകളാണ്. ആ കടകളിലൊന്നും തന്നെ ഇപ്പോഴും ഈ നിലയിലുള്ള ഒരു നിയമം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. വലിയ കമ്പനികൾ, വലിയൊരു ബ്രാൻഡഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലൊരു ക്രൈസിസിലേക്ക് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ബില്ലിൽ ആ സമയം ഉൾപ്പെടെ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അൽഫാമാണ്, അൽഫാം ക്വാർട്ടറാണ്. ഞാൻ ബില്ല് കണ്ടു. അലി എന്തായാലും ഈ ലൈവ് കഴിഞ്ഞിട്ട് അത് കഴിക്കുകയും ചെയ്യാം. അതിൽ എത്ര സമയം വരെ ഇത് കൺസ്യൂം ചെയ്യാം എന്ന് എഴുതിയിട്ടുണ്ടോ? 3:01 വാങ്ങി എത്ര മണിക്കൂർ വരെ ഇത് സുരക്ഷിതമാണ്? സുജയ, ഇല്ല. അതായത് ഇതിലാകെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഏത് സമയത്ത് നമുക്ക് തന്നു എന്നുള്ളതാണ്. ഈ ബില്ലടിച്ച സമയം മെഷീൻ ടൈമാണ് ഈ കാണുന്നത്. 3 മണി 7 മിനിറ്റ് സമയത്താണ് നമ്മളിത് മേടിച്ചത് എന്നുള്ളതാണ്. ഇതിൽ എത്ര സമയം വരെ ഇത് ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. മറ്റൊരു കാര്യം കുറച്ചെങ്കിലും പോസിറ്റീവായി തോന്നിയത്, ഇത് നമ്മൾ മേടിച്ച കടയുടെ ഭിത്തിയിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും പാഴ്സൽ കൊണ്ടുപോകുന്ന മയോണൈസ് അത് 2 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭക്ഷണത്തിനൊപ്പം പാഴ്സലിലുള്ള ബില്ലിൽ എവിടെയും എത്ര സമയം വരെ ഇത് ഉപയോഗിക്കാം എന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഏത് സമയത്ത് അത് ഉണ്ടാക്കി എന്നുണ്ട്. ഈ നമ്മൾ ഷവർമ മേടിച്ച കടയെ സംബന്ധിച്ചിടത്തോളം ഒരു രേഖകളുമില്ല. അതായത് ഇതിന്റെ ബില്ല്, എമൗണ്ട് എഴുതിയൊരു ബില്ല് പോലും തരാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവരവിടെ വെച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് ബുക്കിൽ നിന്ന് ഒരു ചീന്ത് അത് അലി ചോദിച്ചപ്പോൾ തന്നു എന്ന് മാത്രം. ഇക്കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രതികരണം നമുക്ക് ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കൊച്ചി പോലെ തിരക്കുള്ള വ്യാവസായിക തലസ്ഥാനമായ ഒരിടത്ത് ഇത്തരം പരിശോധനകൾ കാര്യക്ഷമമല്ല? കാരണം ഇടയ്ക്കിടെ വന്ന് നടത്തുന്ന പരിശോധനകൾ, അത് പലപ്പോഴും ഹോട്ടൽ ഉടമകളൊക്കെ പറയാറുള്ളത് അവരിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ പരിശോധനകൾ സർക്കാർ ഉറപ്പാക്കണമെന്ന് പറഞ്ഞതാണ്. അതിൽ ആരാണ് ലംഘിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ചെയ്യാതിരിക്കുന്നത് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. താങ്ക് യു അലി അക്ബർ ഷാ. എന്തായാലും ഒരിടത്ത് ബിൽ അടിച്ച സമയമെങ്കിലുമുണ്ട്, മറ്റേതിൽ ബില്ലിൽ സമയവുമില്ല, എന്താണ് അതിന്റെ അഡ്രസ് എന്നോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ലാത്ത ഒരു ബില്ലും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന കാര്യം. നമുക്ക് ഇനി കാസർഗോഡ്